Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ തമിഴ് ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തമിഴ് ന്യൂസ് പേപ്പർ ഏതാണ് എന്നാണ് ചോദ്യം. മക്കൾ കുരൽ, കുടിയരശ്, സത്യപ്രകാശ്, വിടുതലൈ, ഇതിലേതാണ് EV രാമസ്വാമി നായ്ക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തമിഴ് ന്യൂസ് പേപ്പർ എന്നാണ് ചോദ്യം. ഹിസ്റ്ററിയില് ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടും ഒക്കെ ധാരാളം ന്യൂസ് പേപ്പേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പ്രമുഖരായിട്ടുള്ള നാഷണൽ ലീഡേഴ്സും ഇത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പേഴ്സ് അതിന്റെ ലാംഗ്വേജ്, അതിന്റെ ഒരു ഇയർ, ആരാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, എവിടെ വെച്ചാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അത്തരം ഡീറ്റെയിൽസ് കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. തമിഴ് ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഡാഷ് ഏതാണ് EV രാമസ്വാമി നായ്ക്കർ പുറത്തിറക്കിയിട്ടുള്ള ന്യൂസ് പേപ്പർ, തമിഴ് ന്യൂസ് പേപ്പർ എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ബി കുടിയരശ്, അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. തമിഴ് ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ EV രാമസ്വാമി നായ്ക്കർ ഈസ് കുടിയരശ്. ഓക്കെ, അപ്പൊ ഈ കുടിയരശ് എന്നുള്ള ഒരു തമിഴ് ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാമെന്നുണ്ടെങ്കിൽ, അപ്പൊ ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? EV രാമസ്വാമി നായ്ക്കറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലാംഗ്വേജ് തമിഴ് ലാംഗ്വേജ് ആണ്, തമിഴ് ന്യൂസ് പേപ്പർ ആണ്. 1925 മെയ് 2 ഈ കുടിയരശ് എന്നുള്ള തമിഴ് വാരിക ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊരു വീക്ക്ലി ആയിരുന്നു. ഒരു വീക്ക്ലി ആയിട്ടാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് 1925 മെയ് 2 കേട്ടോ. കുടിയരശ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഒരു വാരികയായിട്ട് ആരംഭിക്കുന്നത് എന്നാണ് 1925 മെയ് 2 ഓക്കെ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു കുടിയരശ് എന്നുള്ളത്. എന്താ ഈ സാമൂഹിക പരിഷ്കരണം, അതുപോലെ ജാതി വിരുദ്ധത, സ്ത്രീ സമത്വം എന്നീ ആശയങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്രം വളരെ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആൻസർ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഒരെണ്ണം കൂടി EV രാമസ്വാമി നായ്ക്കരുടെ ഒരു പ്രസിദ്ധീകരണമാണ് വിടുതലൈ. വിടുതലൈ എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കരുടെ പ്രസിദ്ധീകരണം തന്നെയാണ്. അതായത് ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു പത്രം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇയർ വരുന്നത് ഏതാണെന്നറിയോ? 1935 ആണ്. മറ്റേത് ഏതാണ്? കുടിയരശിന്റെ ഇയർ വരുന്നത് 1925 ആണ്. വിടുതലയുടെ ഇയർ വരുന്നത് 1935 ആണ്. ഓക്കെ, മാത്രമല്ല ഈ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്, അതായത് ആദ്യകാല പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നതാണ് കുടിയരശ്. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഇവിടെ കുടിയരശ് വന്നിട്ടുള്ളത്. വിടുതലൈ എന്നുള്ളതും ആരുടെ തന്നെയാണ്? EV രാമസ്വാമി നായ്ക്കരുടെ തന്നെയാണ്. പക്ഷെ ഏറ്റവും ആദ്യത്തേതാണ്. ഇങ്ങനത്തെ ടൈപ്പില് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണ്, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ വന്നിട്ടുള്ളത് കുടിയരശ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Maratha rule in Tanjavur in the late 17th century was pioneered by dash. അതായത് തഞ്ചാവൂരിലെ ലേറ്റ് 17th സെഞ്ചുറിയിൽ തഞ്ചാവൂരിലെ മറാത്ത റോള് അതിന് മുന്നോടിയായിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഇക്കോജി ഫസ്റ്റ്, സെറോഫ്ജി അല്ലെങ്കിൽ ശരഭോജി, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിംഗ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും മറാത്തി നെയിം ഒക്കെ ആവുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് സ്പെല്ലിംഗ് കൊടുത്തിട്ടുള്ളത്. ശരഭോജി എന്നാണ് ശരിക്കുള്ള പേര് വരുന്നത്. ദെൻ അടുത്തത് കനോജി അംഗ്രേ, നാനാ സാഹിബ് പേഷ്വ. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ആരാണ് മറാത്ത റൂൾ ഇൻ തഞ്ചാവൂർ ഇൻ ദ ലേറ്റ് 17th സെഞ്ചുറി വാസ് പയനീർഡ്? ഓക്കെ, നോക്കാം. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എക്കോജി ഫസ്റ്റ്. ഈ എക്കോജി ഫസ്റ്റ് അദ്ദേഹത്തിന് വെങ്കോജി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ, വെങ്കോജി. ഓക്കെ, മറ്റൊരു പേര് വെങ്കോജി എന്നാണ്. അതായത് പല പല പ്രൊനൗൺസിയേഷൻസ് വരുന്നുണ്ടല്ലോ, ആ ഒരു വ്യത്യാസം തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് തഞ്ചാവൂരിൽ മറാത്ത ഭരണത്തിന് അടിത്തറ അല്ലെങ്കിൽ ഒരു ബേസ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? എക്കോജി ഫസ്റ്റ് ആണ്. ഛത്രപതി ശിവജി ഉണ്ടല്ലോ, ശിവജിയുടെ ഹാഫ് ബ്രദർ ആയിരുന്നു ഇദ്ദേഹം.
ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1674 തഞ്ചാവൂർ കീഴടക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെ മറാത്ത രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ്. ദെൻ 17-ാം നൂറ്റാണ്ടിന്റെ ലാസ്റ്റ് ഫേസ് ആയിട്ടായിരുന്നു ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. ഓക്കെ, ദെൻ മറാത്ത ഭരണകാലത്താണ് തഞ്ചാവൂർ മ്യൂസിക്, അതുപോലെ തഞ്ചാവൂർ ലിറ്ററേച്ചർ, തഞ്ചാവൂർ ആർട്ട് എന്നിവയുടെയൊക്കെ ഒരു വലിയ കേന്ദ്രമായിട്ട് ഈ തഞ്ചാവൂര് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ബാക്കി ഓപ്ഷൻസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ സെരോഫ്ജി അല്ലെങ്കിൽ ശരഭോജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തഞ്ചാവൂരിലെ പ്രശസ്തനായിട്ടുള്ള ഒരു റൂളർ തന്നെയായിരുന്നു ഇദ്ദേഹം. പ്രശസ്തമായിട്ടുള്ള സരസ്വതി മഹൽ ലൈബ്രറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരഭോജി സെക്കൻഡ് ആണ്. ഓക്കെ, പക്ഷെ ഇദ്ദേഹം ഒരു മറാത്ത റൂളിൽ തുടക്കമിട്ടിട്ടുള്ള ഒരാള് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? സരസ്വതി മഹൽ ലൈബ്രറി. ഓക്കെ, ദെൻ കനോജി ആംഗ്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറാഠ നേവൽ ഫോഴ്സിലെ പ്രശസ്തനായിട്ടുള്ള കമാൻഡർ ആയിരുന്നു കനോജി ആംഗ്രെ. ഓക്കെ, മറാഠയിലെ നേവൽ ഫോഴ്സിലെ ശക്തനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കമാൻഡർ ആയിരുന്നു ആര്? കനോജി ആംഗ്രെ. ഇനി നാനാസാഹിബ് പേഷ്വ ആരായിരുന്നു? മറാഠ എംപയറിന്റെ ഒരു പ്രധാനമന്ത്രി. ഈ പേഷ്വ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രി തന്നെയാണ് അല്ലെ പറയുന്നത്. ബാലാജി ബാജിറാവു എന്നും അറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാസാഹിബ് പേഷ്വ. തഞ്ചാവൂർ ഭരണവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഒന്നും നാനാസാഹിബ് പേഷ്വയ്ക്ക് ഇല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിയൂക്കി വാസ് ഓതേർഡ് ബൈ. സിയൂക്കി എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ഫാഹിയാൻ, ഹുയാൻസാങ്, മാ ഹുയാൻ, വാങ് തുയങ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ സിയൂക്കി എന്ന് പറയുമ്പോൾ തന്നെ ചൈനീസ് വർക്കാണ്, നമ്മുടെ ഇന്ത്യൻ വർക്കല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇതിൽ ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോക്കാം. ഓപ്ഷൻ ബി ഹുയാൻസാങ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഹുയാൻസാങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പീരീഡ് ഏതായിരുന്നു? ഹർഷവർദ്ധനന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള ചൈനീസ് ട്രാവലർ ആയിരുന്നു ഹുയാൻസാങ്. ഓക്കെ, അപ്പോ സഞ്ചാരികളുടെ രാജകുമാരൻ, അതായത് പ്രിൻസ് ഓഫ് ട്രാവലേഴ്സ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ഹുയാൻസാങ്. ഓക്കെ, ഇനി ഈ വർക്ക് സിയൂക്കി ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ട്രാവൽസിനെയും ഒക്കെ കുറിച്ചിട്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ട്രാവലിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും ഒക്കെ കൂടി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ് സിയൂക്കി എന്ന് പറയുന്നത്. ഓക്കെ, വെസ്റ്റേൺ ലോകത്തിനെ കുറിച്ചിട്ടുള്ള, അതായത് പടിഞ്ഞാറൻ ലോകത്തിനെ കുറിച്ചിട്ടുള്ള കുറിപ്പുകൾ എന്നാണ് സിയൂക്കി എന്നതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോ ഏർലി ഇന്ത്യയിലെ പൊളിറ്റിക്കൽ, അതുപോലെ സോഷ്യൽ, ദെൻ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഹർഷവർദ്ധനന്റെ ഒരു ഭരണ കാലഘട്ടത്തിലത്തെ നളന്ദ യൂണിവേഴ്സിറ്റി അതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് ഈ സിയൂക്കി എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, മറ്റു ഓപ്ഷൻസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഫാഹിയാൻ ആരാണ്? ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ മറ്റൊരു പേരെന്താണ്? വിക്രമാദിത്യൻ അല്ലെ. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയായിരുന്നു ആര്? ഫാഹിയാൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കിന്റെ പേര് എന്തായിരുന്നു? ഫോ ക്വോ കി. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കിന്റെ പേര് കേട്ടോ, ഫോ ക്വോ കി. ഓക്കെ, നെക്സ്റ്റ് മാഹിയാൻ എന്ന് പറയുന്നത് ആരാണ്? 15ാമത്തെ നൂറ്റാണ്ടില് സെൻഹിയുടെ കപ്പൽ പടയോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ചൈനീസ് ട്രാവലർ ആയിരുന്നു ആര്? മാ ഹുയാൻ. ഓക്കെ, 15ാം നൂറ്റാണ്ടിൽ കേട്ടോ. 15ാം നൂറ്റാണ്ടിൽ ആരുടെ കപ്പൽ പടയോടൊപ്പമാണ്? സെങ്ഹിയുടെ കപ്പൽ പടയോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചൈനീസ് ട്രാവലർ ആയിരുന്നു ആര്? മാ ഹുയാൻ. ഇനി വാങ് തുയങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, അദ്ദേഹം ബേസിക്കലി ഒരു സന്യാസിയായിരുന്നു. അതായത് താവോയിസം ഉണ്ടല്ലോ, താവോയിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലേ. ആ താവോയിസത്തില് 12ാം നൂറ്റാണ്ടില് ചൈനയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു താവോയിസ്റ്റ് സന്യാസിയായിരുന്നു ആര്? വാങ് തോയങ് എന്ന് പറയുന്നത് കേട്ടോ. വാങ്ഷെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്, വാങ്ഷെ. ഓക്കെ, ഈ വാങ് തോയാങ് എന്നുള്ള പേരിലാണ് അദ്ദേഹം ഹിസ്റ്ററിയിൽ പോപ്പുലർലി അറിയപ്പെടുന്നത്. ഓക്കെ,
താവോ റിലീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടുണ്ടായിരുന്ന ക്വാൻസൻ സ്കൂള് അല്ലെങ്കിൽ കംപ്ലീറ്റ് പെർഫെക്ഷൻ എന്നറിയപ്പെടുന്ന ആ ഒരു സന്യാസി ട്രഡീഷൻ സ്ഥാപിച്ചിട്ടുള്ളത് ഈ വാങ്തോയങ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ ഗുപ്ത റൂളർ മെൻഷൻഡ് ഇൻ ദ ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ആസ് ദ റീസ്റ്റോറർ ഓഫ് ദ സുദർശന ലേക്ക്. സുദർശന ലേക്കിന്റെ റീസ്റ്റോറർ എന്നുള്ള നിലയിൽ ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ പരാമർശിച്ചിട്ടുള്ള ഗുപ്ത റൂളർ ആരാണ് എന്നാണ് ചോദ്യം. സമുദ്രഗുപ്ത, വിഷ്ണുഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്, സ്കന്ദഗുപ്ത. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ആരെയാണ് സുദർശന ലേക്കിന്റെ റീസ്റ്റോറർ എന്നുള്ള ലെവലിൽ ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഏത് ഗുപ്ത റൂളറിനെയാണ് എന്നാണ് ചോദ്യം. നോക്കാം. ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, സ്കന്ദഗുപ്തനാണ്. സ്കന്ദഗുപ്തയാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റിസ്റ്റോറർ ഓഫ് ദ സുദർശന ലേക്ക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ജുനഗഡ് ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തില് ജുനഗഡില് ഉള്ള ഈ ഒരു എന്താ ഇൻസ്ക്രിപ്ഷനിൽ സുദർശന ലേക്ക് സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിൽ അതിന്റെ ഒരു റിനോവേഷൻ വർക്കൊക്കെ നടത്തി അതിന്റെ ഒരു റീസ്റ്റോറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുനരുദ്ധരിച്ച വ്യക്തി എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ ആ ഒരു പുനരുദ്ധാരണത്തിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ജുനഗഡ് ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന പർണദത്തനും ഈ പർണദത്തിന്റെ മകനായിട്ടുണ്ടായിരുന്ന ചക്രപാലിതനുമാണ് ഈ ഒരു പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഈ സുദർശന ലേക്കിന്റെ സിഗ്നിഫിക്കൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൗര്യൻ കിങ് ആയിട്ടുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ലേക്ക് സുദർശന ലേക്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് അശോകന്റെ കാലഘട്ടത്തിലും അതുപോലെ ശാക രാജാവായിട്ടുണ്ടായിരുന്ന രുദ്രദാമന്റെ കാലഘട്ടത്തിലും ഒക്കെ ഇതിന് റിനോവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ സ്കന്ദഗുപ്തനാണ് ഇത് പിന്നെയും റീസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സ്കന്ദഗുപ്തന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൂണന്മാരുടെ ഇൻവേഷനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗുപ്ത രാജാവ് കൂടിയായിരുന്നു ആര്? സ്കന്ദഗുപ്തൻ ട്ടോ. ഇനി മറ്റു ഓപ്ഷൻസിലേക്ക് നമ്മൾ ജസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ സമുദ്രഗുപ്തന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ഗുപ്ത റൂളർ ആയിരുന്നു സമുദ്രഗുപ്തൻ. അലഹബാദ് പ്രശസ്തിയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാഹിയ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത് ഗുപ്ത വംശത്തിലെ അവസാനത്തെ പ്രധാനപ്പെട്ട രാജാവായിട്ട് കണക്കാക്കുന്ന വ്യക്തിയായിരുന്നു ആര്? വിഷ്ണുഗുപ്തൻ. ഓക്കെ, the last question, I think therefore I am is a famous articulation by whom? അതായത് I think therefore I am എന്ന് ആരാണ് പറഞ്ഞത്? ആരുടെ ആർട്ടിക്കുലേഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീൻ പിയാഷെ, റെനെ ദെക്കാർത്ത്, എമിലി ഡർക്കെയിം, അരിസ്റ്റോട്ടിൽ. ഇതിൽ ആരുടേതാണെന്നാണ് ചോദ്യം. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിക്കുലേഷൻസ്, കോഡ്സ്, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ഡെഫിനേഷൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കാം, ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റെനെ ദെക്കാർത്ത് ആണ് കേട്ടോ. റെനെ ദെക്കാർത്ത് ആണ് ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നുള്ള ഒരു ആർട്ടിക്കുലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റെനെ ദെക്കാർത്തിനെ കുറിച്ച് പറയുമ്പോൾ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റെനെ ദെക്കാർത്ത്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് തിങ്കർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അറിയപ്പെടുന്നത് എന്താണ്? ഫാദർ ഓഫ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി ആരാണ്? റെനെ ദെക്കാർത്ത് ആണ് കേട്ടോ. ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നുള്ളത് ലാറ്റിൻ ഭാഷയിലാണ് അതിന്റെ ഒറിജിനൽ വേർഡ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തന്റെ ഒരു നിലനിൽപ്പിനെ തെളിയിക്കാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വേർഡ് ആയിരുന്നു ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന് പറയുന്നത്. അതായത് ചിന്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്നാണ്. അതായത് ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്ട്, ഞാൻ ജീവനോടെയുണ്ട്, ഞാൻ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സിസ്റ്റൻസ് അദ്ദേഹം റിവീൽ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കുലേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 1637 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ഡിസ്കോഴ്സ് ഓൺ ദ മെത്തേഡ് എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിലാണ് ഈ ഒരു ആർട്ടിക്കുലേഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ജീൻ പിയാഷെനെ കുറിച്ച് നമ്മുടെ മറ്റു ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ജീൻ പിയാഷെ ഒരു സ്വിസ് മനഃശാസ്ത്രജ്ഞനായിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആര്? ജീൻ പിയാഷെ. നമ്മൾ ഈ ടീച്ചിങ്
ഒക്കെ എന്താ മെത്തഡോളജി അതുപോലെ ലേണിംഗ് തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ലജീൻ പിയാഷയുടെ തിയറീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. കുട്ടികളിലെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എമിലി ഡർക്കെയിമിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, സോഷ്യോളജിയുടെ ഫാദേഴ്സിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ട് കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ് ആര്, എമിലി ഡർക്കെയിം അല്ലെ. ഇനി അരിസ്റ്റോട്ടിൽ ആരാണ്, പുരാതനമായിട്ടുള്ള ഗ്രീക്ക് തിങ്കർ ആയിരുന്നു ആര്, അരിസ്റ്റോട്ടിൽ അല്ലെ. പ്ലാറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടറുടെ ഗുരുവും കൂടിയായിരുന്നു ആര്, അരിസ്റ്റോട്ടിൽ അല്ലെ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.